Welcome to Srinarayana Guru Open University degree classes. We are discussing Introduction to Mass Communication, Block 4, Unit 1, Theories of Media Effect. സോ ഇവിടെ നമ്മൾ കഴിഞ്ഞ 3 യൂണിറ്റുകൾ അല്ലെങ്കിൽ 3 ബ്ലോക്കുകളിൽ പഠിച്ചതിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ ഈ ബ്ലോക്ക് 4 മുതൽ കടക്കുന്നത്. ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞ 3 ബ്ലോക്കുകളിൽ നമുക്ക് അതൊരു ജനറൽ സ്വഭാവമുള്ള ക്വസ്റ്റ്യൻസും ഒക്കെയാണ് അവിടെ ആ ഭാഗത്തു നിന്ന് വരുന്നത്. സോ നമ്മൾ വളരെ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ഡിസ്കസ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പൊതുവായിട്ടുള്ള അവബോധമുള്ള ആർക്കും ആൻസർ ചെയ്യാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെയുള്ള 3 ബ്ലോക്കുകളിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത്. എന്നാൽ ഇനി മുതൽ അങ്ങോട്ട് വരുന്ന ഈ 4, 5, 6 ബ്ലോക്കുകളില് കുറച്ചുകൂടി തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠനം നടത്തേണ്ട ഒരു മേഖലയാണ്. സോ നമ്മളിവിടെ ഏതാനും തിയറികളാണ് പഠിക്കുന്നത്. മീഡിയ ഇഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ് ആണ് പഠിക്കുന്നത്. സോ ഇതില് അപ്പോൾ നമുക്ക് ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നോക്കിയിട്ട് പോകണം. So, theories of media effects explore how mass media influence individuals, group and society. So, ഇതാണ് ഈ ഒരു യൂണിറ്റിനെ കുറിച്ച് ഉള്ള ആകെത്തുക എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണ് മാസ് മീഡിയ ജനങ്ങളെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയെ ഒക്കെ സ്വാധീനിക്കുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു എൻറ്റയർ ബ്ലോക്കിൽ പഠിക്കുന്നത്. സോ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഏതാനും ചില തിയറീസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പോൾ ലാസർഫെൽഡ് എന്ന ഒരു സോഷ്യോളജിക്കൽ സ്കോളറെ കുറിച്ചാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. സോ പോൾ ലാസ്പർ വാസ് ആൻ ഓസ്ട്രിയൻ അമേരിക്കൻ സ്കോളർ. ഇദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റ് ആണ്, ഒരു ഓസ്ട്രിയൻ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ പഠനങ്ങൾ നടക്കുന്നത് മാസ് കമ്മ്യൂണിക്കേഷന്റെ ഇഫക്റ്റിനെ കുറിച്ച്, മാസ് മീഡിയയുടെയും മാസ് കമ്മ്യൂണിക്കേഷന്റെയും ഒക്കെ ഇഫക്റ്റ്, അതെന്ത് ഒരു ഇൻഫ്ലുവൻസ് ആണ് അല്ലെങ്കിൽ എന്ത് ഫലമാണ് സൊസൈറ്റിയിൽ ചെലുത്തുന്നത് എന്നതിനെ കുറിച്ചാണ് ഇദ്ദേഹം പഠനം നടത്തിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് എല്ലാം തന്നെ കിടക്കുന്നത് ഈ ഒരു മേഖലയിലാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ടു സ്റ്റെപ്പ് ഫ്ലോ തിയറി എന്നൊരു സിദ്ധാന്തമാണ്. ഇതെന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ഈ പറയുന്ന 2 സ്റ്റെപ്പ് ഫ്ലോ തിയറി എന്താണെന്നാണ്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സോ വാട്ട് ഈസ് 2 സ്റ്റെപ്പ് ഫ്ലോ തിയറി? ലാസർഫെൽഡ് അലോങ് വിത്ത് എലു കാറ്റ്സ് പ്രൊപ്പോസ്ഡ് 2 സ്റ്റെപ്പ് ഫ്ലോ തിയറി. അപ്പോ എലു ക്ലാസ് അല്ലെങ്കിൽ എലിഹു, നിങ്ങൾ സ്പെല്ലിംഗ് നോക്കുമ്പോൾ എലിഹു കാറ്റ്സ് എന്നാണ് കാണുക, എലു കാറ്റ്സ് ഓർ എലിഹു കാറ്റ്സ്. ഇദ്ദേഹവുമായിട്ട് ലാസർഫെൽഡ് കോയിൻ ചെയ്തിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് ഇത്. അപ്പോൾ ഇതില് ഇവർ പഠനം നടത്തുന്നത് എങ്ങനെയാണ് മീഡിയക്ക് പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കിയെടുക്കുന്നതിൽ, പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ മീഡിയയുടെ പങ്ക് എന്താണെന്നാണ് ഈ ഒരു സിദ്ധാന്തം പറയുന്നത്. സോ ഈ പബ്ലിക് ഒപ്പീനിയനെ കുറിച്ച് നമ്മൾ ബ്ലോക്ക് 3 3ാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ പാഠഭാഗം ഒന്ന് കണ്ടിരിക്കുക, ആ ഒരു ക്ലാസ് കേൾക്കുക. അതിനുശേഷം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ മാസ് മീഡിയക്ക് പബ്ലിക് ഒപ്പീനിയൻ റേസ് ചെയ്യുന്നതിലുള്ള പങ്ക് എന്താണ് എന്നതിനെ കുറിച്ച് കാറ്റ്സും അതുപോലെ ലാസർഫെൽഡും നടത്തിയ പഠനങ്ങളാണ് ഈ 2 സ്റ്റെപ്പ് ഫ്ലോ തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് മീഡിയ എഫക്ട് ആർ നോട്ട് ഡയറക്റ്റ് but are mediated through leaders' opinion who received media message and passed them to the others on their social frameworks or social networks. എന്ന് വെച്ചാല് ഈ സിദ്ധാന്തം സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് മീഡിയയുടെ എഫക്റ്റ് എന്ന് പറയുന്നത്, ഫലം അല്ലെങ്കിൽ അതിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ജനങ്ങളിൽ ഡയറക്റ്റ് ആയിട്ടല്ല സംഭവിക്കുന്നത്. അതായത് പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ ഡയറക്റ്റ് ആയിട്ടുള്ള റോൾ അല്ല ഈ മീഡിയക്ക് ഉള്ളത്. മറിച്ച് അത് ലീഡേഴ്സിന്റെ ഒപ്പീനിയൻസിനെ കോയിൻ ചെയ്യുന്നതിനും ഈ ലീഡേഴ്സ് ഈ ഒപ്പീനിയൻസിനെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകൾ വഴി പ്രചരിപ്പിക്കുന്നതിനും കാരണമാകുന്നു. അപ്രകാരമാണ് ഈ പറയുന്ന
പബ്ലിക് ഒപ്പീനിയൻ റേസ് ചെയ്യപ്പെടുന്നത്. ഇതാണ് ടു സ്റ്റെപ്പ് ഫ്ലോ തിയറി പറയുന്നത്. അതായത് മീഡിയയ്ക്ക് ഡയറക്റ്റ് എഫക്ട് ഇല്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഡയറക്റ്റ് അല്ല മീഡിയയുടെ ഇൻഫ്ലുവൻസ് എന്നുള്ളത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കോർ പോയിന്റ് എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക. ശരി, ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. ചലഞ്ചസ് ഒരു ചലഞ്ചർ ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി എന്ന് വെച്ചാൽ, ഒരു ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി നമ്മൾ ഇനി തൊട്ട് താഴെ പഠിക്കാൻ പോകുന്ന തിയറി അതാണ്. അതായത് മീഡിയയുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസിനെ കുറിച്ചാണ് ഈ ഒരു പ്രസ്തുത സിദ്ധാന്തം. ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി അല്ലെങ്കിൽ മാജിക്കൽ ബുള്ളറ്റ് തിയറി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സിദ്ധാന്തമുണ്ട്. ഇത് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് മീഡിയക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന്. എന്നാൽ ഈ ഒരു സിദ്ധാന്തത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് ഇവരുടെ ടു സ്റ്റെപ്പ് ഫ്ലോ തിയറി എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റ് അല്ല, ഒരു ഇൻഡയറക്റ്റ് ആയിട്ടാണ് റിസൾട്ട് അല്ലെങ്കിൽ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സിദ്ധാന്തം പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ബാൻഡ് വാഗൺ എഫക്റ്റിനെ കുറിച്ചാണ്. ബാൻഡ് വാഗൺ എഫക്ട് എന്താണെന്ന് നോക്കാം. അതായത് ദ ബാൻഡ് വാഗൺ എഫക്ട് റെഫേഴ്സ് ടു ദ സൈക്കോളജിക്കൽ ഫിനോമിനൻ where individuals adopt certain behaviors, beliefs or attitudes because they see they are doing the same, others doing the same. എന്ന് വെച്ചാൽ നമുക്കൊരു ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി മനുഷ്യർക്കുണ്ട്. അതായത് മറ്റുള്ളവർ എന്താണോ ചെയ്യുന്നത് അത് അതുപോലെ അനുകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്റൻഷൻ മനുഷ്യനുണ്ട്. അത് ബൈ നേച്ചർ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ്. ചില ആനിമൽസിൽ ഇപ്പോ ഈ കുരങ്ങ് വർഗത്തിനൊക്കെ പൊതുവെ പറയപ്പെടുന്ന ഒരു രീതിയുണ്ട്, ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതി. ചില തത്തകൾ ഇമിറ്റേറ്റ് ചെയ്യുന്നു, അല്ലെ? പക്ഷിവർഗത്തിനും ഒക്കെ ഈ സ്വഭാവം ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. സോ മനുഷ്യനും ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, അതായത് അനുകരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. സോ നമ്മൾ എന്താണോ കാണുന്നത് അത് അനുകരിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമായതിനാൽ ചില ഫാഷൻസ്, ചില ട്രെൻഡുകള്, ചില ആളുകളുടെ ഇപ്പൊ ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമയിലെ നായകന്റെയോ നായികയുടെയോ ചില പ്രത്യേക ചേഷ്ടകളൊക്കെ നമ്മൾ കാണുന്നവര് അത് അനുകരിച്ച് സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഇതുകൊണ്ടാണ് ഈ ഹെയർ സ്റ്റൈല്, ഡ്രസ്സിങ്, ഇതൊക്കെ മനുഷ്യര് പെട്ടെന്ന് തന്നെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യത ഇങ്ങനെയാണ് വരുന്നത്. ഇഷ്ടപ്പെട്ട ഒരു നായകന്റെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ലീഡറുടെ ഡ്രസ്സിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യരിൽ പലരും അതുപോലെ തന്നെ ഫോളോ ചെയ്തതായിട്ട് കാണാറുണ്ട്. സോ ഇങ്ങനെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്നതാണ് ബാൻഡ് വാഗൺ എഫക്ട് പറയുന്നത്. സോ ഇതാണ് ഈ ബാൻഡ് വാഗൺ എഫക്റ്റിന്റെ കോർ. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാണ് എക്സാമിന് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് മാജിക് ബുള്ളറ്റ് തിയറി. മാജിക് ബുള്ളറ്റ് തിയറി നമ്മൾ തൊട്ട് മുൻപേ ഒന്ന് പറഞ്ഞു വെച്ചു. അതായത് മാജിക് ബുള്ളറ്റ് തിയറി എന്ന് പറയുന്നത്, this theory also known as the hypodermic needle theory is an early model of communication that suggests mass media has a direct, powerful and immediate effect on audience. എന്ന് വെച്ചാല് മാജിക് ബുള്ളറ്റ് തിയറി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി എന്ന് പറയുന്നത് ആളുകളില് നേരിട്ടൊരു സ്വാധീനം ചെലുത്താനായിട്ട് മീഡിയക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഹൈപ്പർഡെർമിക് നീഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെർമിക് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ പുറം ഭാഗത്ത് നമ്മൾ ചില ഇഞ്ചക്ഷൻസ് നമ്മുടെ സ്കിന്നിന്റെ ഔട്ടർ ലെയറിലേക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷൻസ് ഉണ്ട്, അല്ലെ? ഇപ്പൊ നമുക്കറിയാം ഈ പ്രമേഹ രോഗികളൊക്കെ എടുക്കുന്ന ഇഞ്ചക്ഷൻസ് സ്കിന്നിന്റെ മുകളിലേക്കാണ് ഇഞ്ചക്ട് ചെയ്യുന്നത്. എന്നാൽ ചില ഹൈപ്പോഡെർമിക് എന്ന് പറയുമ്പോൾ, അതായത് സ്കിന്നിന്റെ അടിയിലേക്ക് താഴേക്ക് കൊടുക്കുന്ന, ആഴത്തിൽ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ ആണ് ഹൈപ്പോഡെർമിക് തിയറി ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഈ ഹൈപ്പോഡെർമിക് ഇഞ്ചക്ഷൻ നമ്മളുടെ ബോഡിയിലെ ഡയറക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ട്. നമ്മുടെ സ്കിന്നിന് അടിയിലേക്ക് ഈ ഇഞ്ചക്ഷൻ കുത്തിവെക്കുമ്പോൾ ആ മരുന്ന് ചെല്ലും, പെട്ടെന്ന് തന്നെ നമ്മളിൽ അത് ഇഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഈ രീതിയിലാണ് എങ്ങനെയാണോ നമ്മളൊരു ഹൈപ്പോഡെർമോ ഇഞ്ചക്ഷൻ എടുത്താൽ എങ്ങനെയാണോ നമ്മളിൽ അത് എഫക്ട് ചെയ്യുന്നത്, സെയിം വേയില് ഒരു മീഡിയ നമ്മളിൽ ഇഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ മാജിക് ബുള്ളറ്റ് തിയറി അല്ലെങ്കിൽ ഹൈപ്പോഡെർമിക് തിയറി നീഡിൽ തിയറി എന്ന് പറയുന്നത്. സോ ഈ രീതിയിൽ മീഡിയക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാണ് ആദ്യം വന്ന സിദ്ധാന്തം. ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇതിനെ ഖണ്ഡിക്കുന്ന രീതിയിലാണ്
സ്റ്റെപ്പ് ഫ്ലോ തിയറി വരുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. സോ ഇതിന് ഇമ്മീഡിയറ്റ് എഫക്ട്, ഓഡിയൻസിൽ ഇമ്മീഡിയറ്റ് എഫക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. ഇറ്റ് അസ്യൂംസ് ദാറ്റ് ദ മീഡിയ മെസ്സേജസ് ആർ ഇൻജെക്റ്റഡ് ഇൻ ടു ദ മൈൻഡ്സ് ഓഫ് പാസീവ് ഓഡിയൻസ്. പാസീവ് ഓഡിയൻസിന്റെ മൈൻഡിലേക്കാണ് ഇത് ഇൻജെക്ട് ചെയ്യുന്നത്, ഒരു ഐഡിയ ഇൻജെക്ട് ചെയ്യുന്നത് എന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. അതുകൊണ്ട് തന്നെ ദാറ്റ്സ് ഇൻഫ്ലുവൻസിങ് ദെയർ തോട്ട്സ് ആൻഡ് ബിഹേവിയേഴ്സ് യൂണിഫോംലി. ഒരേ തരത്തില് ഈ ഓഡിയൻസിലേക്ക് ഈ ചിന്തകൾ എത്തുകയും അത് അവരെ നല്ല രീതിയിൽ സ്വാധീനിക്കാൻ ഇടയുണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മീഡിയ ആളുകളെ മോശമായിട്ട് സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ മീഡിയയുടെ ഇഫക്റ്റുകളൊക്കെ വരുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മീഡിയ ആളുകളെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും സ്വാധീനിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രോഗ്രാംസ്, അതായത് വാല്യൂ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് മീഡിയയിൽ വരേണ്ടതെന്നും മോശം പ്രോഗ്രാംസ് ആളുകളെ മോശമായിട്ട് സ്വാധീനിക്കും എന്നതുകൊണ്ട് ആളുകൾ അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഡിസ്കഷൻസ്, ഒരു മോറൽ ഡിസ്കഷൻസ് വരാറുണ്ട്. സോ ദിസ് ഇസ് അബൌട്ട് ദിസ് യൂണിറ്റ്. താങ്ക് യു.